ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷാനോട്ടിൻ്റെ ഹെയർ കട്ടാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ മുടി വെട്ടാറുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, വേറൊരു രീതിയിലൊക്കെ വെട്ടി അത് കൊളാവണ്ട എന്നുള്ളൊരു ഇതുകൊണ്ടും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നത് കൊണ്ടും നമ്മൾ നാട്ടിൽ വന്നിട്ടാണ് മുടി വെട്ടാറുള്ളത്. അപ്പോൾ ചാലക്കുടിയിലുള്ള ഡ്യൂഡിലാണ് നമ്മൾ മുടി വെട്ടാൻ പോയത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ വെട്ടണം എന്നുള്ളത്. അപ്പോൾ അത് കാണിച്ച് കൊടുത്തിട്ട് അതുപോലെ വെട്ടിക്കുകയാണ്. മോഡേൺ മുള്ളറ്റാണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, അവൻ നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ സമയത്തൊക്കെ. ആ ഒരു തുണി നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു തുണി ഇട്ടപ്പോൾ തന്നെ ആൾ നല്ല ഹാപ്പി ആയിരുന്നു, ആൾ ചിരിക്കുകയായിരുന്നു ആ തുണി ഇട്ടപ്പോൾ. എന്തോ ഞാൻ വീട്ടിലൊരു സംഭവമായി, ആ ഒരു സെറ്റപ്പിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പയ്യനും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അവൻ നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ആവാത്തത്, അവൻ്റെ മുടി ഇപ്പോൾ ചുരുണ്ട മുടിയാണ്. ആദ്യം അവന് നല്ല സ്ട്രൈറ്റ് ഹെയർ ആയിരുന്നു, പിന്നെ അത് അവന് എൻ്റെ ഒരു മുടിയുടെ ഒരു ടെക്സ്ചർ പിന്നെ കിട്ടിയത്, അതായത് മുടി വടിച്ചതിന് ശേഷം കിട്ടിയത് ആ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വെട്ടിയതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്ക് ഇക്കിളി ആവണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ആൾ ഇത്തിരി അലമ്പായിരുന്നു. പക്ഷെ ആ പയ്യൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനിത് ഒരു 11-12 മിനിറ്റിൻ്റെ വീഡിയോ എത്രത്തോളം കുറയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ച് അത്രയും ഞാൻ കുറച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും ഇത് ഷോർട്ടാക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ നവരസങ്ങൾ പലതും അവൻ്റെ മുഖത്ത് മിന്നി മറയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. പ്രത്യേകിച്ചും അവൻ്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചോദിക്കിയത് ഏതാ കൊച്ചെന്ന് വെച്ചാൽ അത്രയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നു ഓരോ സമയത്തും. അപ്പം നമുക്കിതൊക്കെ കണ്ടു വയ്ക്കാനും അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ വേണ്ടവർക്ക് ഫുള്ള് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ, നോ വെറീസ്. അപ്പോൾ അതേ ഷാനോട്ട് എനിക്ക് അവൻ്റെ ചിരിയും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ ആ സാധനം ഇങ്ങനെ ചവിട്ടിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വീടുമ്പോൾ ആൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ചില അസ്വസ്ഥതകൾ വരുമ്പോൾ മാത്രമേ അവൻ പ്രശ്നമുള്ളൂ കേട്ടോ. ഓൾറെഡി അതിനകത്ത് ആ ഒരു കടയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇവനെങ്ങനെ നോക്കിയൊക്കെയായിരുന്നു, ഇവൻ്റെ ഇരിപ്പും ഇവൻ്റെ മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് പിടിച്ചിരിക്കണത്. അച്ഛൻ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഒരു ധൈര്യം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്നല്ലായിരുന്നു, നമ്മുടെ പഴയ വീഡിയോ കണ്ടാലറിയാം. അപ്പോൾ നല്ല വാശിയായിരുന്നു. അപ്പോൾ ആളതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് കണ്ണാടിയിൽ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആദ്യം താമസിച്ച വീട്ടിൽ നമ്മൾക്ക് കിട്ടിയിരുന്ന ഫർണിഷ്ഡ് ഹൗസായിരുന്നു. അപ്പോൾ അതിൽ മിറർ പൊട്ടിയുണ്ടായിരുന്നു താഴെ. അപ്പോൾ ഞാനത് മാറ്റാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഓണർ മാറ്റാതെ വേറൊരു ഷീറ്റ് പോലത്തെ ഒരു സാധനം അതിലൊട്ടിച്ചു. അതൊരു സ്പോഞ്ച് പോലത്തെ ഒരു ഷീറ്റ്. അപ്പോൾ നമുക്ക് ഹാംഫുള്ളായിട്ടൊന്നും വരില്ല. പക്ഷേ അത് ഒട്ടിച്ചത് പകുതി തുടങ്ങി, ഇങ്ങനെ നീളത്തിലുള്ള മിററിൻ്റെ പകുതി സെൻറ്റർ പോർഷൻ തുടങ്ങി താഴേക്കാണ് ഒട്ടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചാറുണ്ട്. ഇവൻ നിലത്ത് നിൽക്കുമ്പോഴൊന്നും ഇവന് കണ്ണാടി കാണാൻ പറ്റില്ല. അപ്പോൾ ഇവന് കണ്ണാടി കാണുക എന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ആ ഒരു ചെയറിൽ അവൻ്റെ ഹൈറ്റിലൊക്കെ ഇരുത്തി ആ കണ്ണാടി വെച്ചപ്പോൾ അവന് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സ്പ്രഷൻസ് മാറ്റി ഇട്ട് നോക്കണം, ഏതാണ് നല്ലത്. കണ്ണാടി നോക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ആളെ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഏകദേശം ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അതിൽ അവരിങ്ങനെ ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഷേവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒക്കെ ആൾക്ക് ഇത്തിരി ഇറിറ്റേറ്റഡ് ആയിരുന്നു. പിന്നെ അടുത്ത സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പയ്യൻ ചോദിക്കുന്നുണ്ട് നമ്മളോട്, ഫ്രണ്ട് ഇത്ര മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ഞാൻ പറഞ്ഞു ജസ്റ്റ് ഫ്രണ്ടും ബാക്കും ഒന്ന് ട്രിം ചെയ്താൽ മതി, ബാക്ക് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്താൽ മതി. ഫ്രണ്ടാണെങ്കിൽ കുറച്ച് അതിൻ്റെ മൂക്ക് വരെ വരുന്നുണ്ടായിരുന്നു മുടി. അപ്പോൾ അത് ഒന്ന് ആ കണ്ണിലേക്ക് എത്താത്ത രീതിയിൽ ഒന്ന് ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പയ്യൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ആൾക്ക് ഒരു സമയമൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ആൾ നാട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ അവന് ഇത്രയ്ക്കൊരു ഇറിറ്റേഷൻ തോന്നി തുടങ്ങിയത് മുടി. അതുകൊണ്ടാണ് തോന്നുന്നു ആളങ്ങനെ ഇരുന്ന് തരുന്നുണ്ട്. പക്ഷേ ഞാൻ മുടി കെട്ടി വെച്ച് കൊടുത്ത ആൾ സമ്മതിക്കൊന്നുമില്ല. അതങ്ങനെ വലിഞ്ഞിരിക്കണോണ്ടോ എന്തുകൊണ്ടോ ആൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതിങ്ങനെ കാണിക്കുമ്പോൾ ആൾക്ക് ഇക്കിളിയാവും. അപ്പോഴാണ് ആളൊന്ന് ഇതാവുന്നത് കേട്ടോ. ആൾക്ക് പിന്നെ ആളുടെ മുടി ഇങ്ങനെ നല്ല കട്ടിക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ നിലത്ത് കിടക്കണ കാണുമ്പോൾ തന്നെ ആൾക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം ഒന്നും വെട്ടണ്ട. ആ പയ്യൻ നമ്മുടെ നാട്ടുകാരനല്ല, നോർത്ത് ഇന്ത്യൻ ആണ്. പക്ഷേ എന്നാലും അവൻ്റെ മലയാളമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതും കേട്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ അവൻ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അവന് ചിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കാണിക്കലൊക്കെ കണ്ടിട്ട് കേട്ടോ.
അപ്പോൾ അതേ ഇങ്ങനെ ആള് അച്ഛൻ നല്ല സ്ട്രോങ്ങിലാണ് പിടിച്ചിരിക്കണേ. അച്ഛനൊന്നും സമ്മതിച്ചില്ല, ഇത്തിരി കൂടി വെട്ടണം, ഇത്തിരി കൂടെ വെട്ടണം. അപ്പോൾ ഓൾറെഡി ഇവൻ്റെ മാമന്മാരും അച്ഛനും ഒരു നല്ല ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, കുട്ടിയുടെ മുടി അധികം വെട്ടരുത്, മോഡലിൽ വെട്ടണം, ഇന്നമാതിരി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ആ ഫോട്ടോ കൊണ്ടുപോയിട്ട്, എനിക്ക് സാധാരണ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം വേറെ ഒന്നുമല്ല, അതെന്തെങ്കിലും കൊളായി എൻ്റെ തലയിലോ, നേരെ മറിച്ച് ചേട്ടൻ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർ പറഞ്ഞ് തന്നിട്ട് അതുപോലെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കാൻ ഞാൻ നോക്കും. അപ്പോൾ ആ സൈഡ് അങ്ങനെ കാണിക്കുമ്പോഴൊക്കെയാണ് ആളിച്ചിരി അലമ്പായിട്ടൊക്കെ തോന്നിയായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ആളിടയും കേട്ടോ, അത് വേറെ കാര്യം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് എനിക്ക് ഞാൻ അവിടെ നിന്ന് മീൻസ് വോയിസ് ഓവർ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ നിന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഫുൾ അങ്ങനെ തന്നെ ഇതിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതായത്. ആളാണെങ്കിൽ ഓരോരോ ഭാവങ്ങൾ മാറ്റിയും ചിരിച്ചും ഒക്കെ നോക്കാട്ടോ. ഇങ്ങനെയൊക്കെ ഇരിക്കണപ്പോൾ ഞാൻ വിചാരിച്ച് ഇരിക്കുമായിരിക്കും എന്ന്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളടഞ്ഞു, ആൾ നല്ല രീതിക്ക് അടഞ്ഞു. പിന്നെ അവിടെ ഇങ്ങനെ ഷേവ് ചെയ്യുമല്ലോ, അത് ആൾക്ക് ഇത്തിരി ഇതായിട്ട് തോന്നി. എനിക്കും അത് പേടിയാണ്. കാരണം ഇവൻ്റെ മുടി വടിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ അനങ്ങിയിട്ട് തല നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു പഴനിയിൽ പോയ സമയത്ത്. അപ്പോൾ എനിക്കത് ചെയ്യുമ്പോൾ പേടിയാണ്. അപ്പോൾ അത് ആൾക്ക് ഇത്തിരി പേടിയുള്ള സംഭവമായ കാരണം കൊണ്ട്. പിന്നെ ഏറ്റവും ആൾക്ക് ദേഷ്യം വന്നത് ഈ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ അച്ഛൻ്റെ മേത്ത് കയറി, പിന്നെ അച്ഛൻ്റെ മേത്ത് നിന്നിട്ടായിരുന്നു. ഇവനെ മുടി വെട്ടിക്കാൻ പോയിട്ട് ഇവൻ്റെ മേത്ത് മുടി, എൻ്റെ മേത്ത് മുടി, അച്ഛൻ്റെ മേത്ത് മുടി, ആ ഒരു സിറ്റുവേഷനായിരുന്നു. എനിക്കിവിടെ ഇത്തിരി ഇഷ്ടം തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ്റെ മേത്തിട്ടാണ് ആ തുണി ഇട്ടപ്പോഴാണ് അവനൊന്ന് കംഫർട്ടബിളായിട്ട് അവിടെ ഇരുന്നത്. അവൻ ആ തുണി ഇട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവന് കുറച്ചും കൂടെ അവനത് ആസ്വദിച്ച് കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ക്ഷമയൊക്കെ കെട്ടപ്പോൾ ആൾ നിന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അടുത്ത് ആ പയ്യൻ ചോദിക്കുന്നുണ്ട് എന്തോരം വെട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് എന്താ പറയുക, ബാക്കിലത്തെ അത്രയും ബാക്കിലൊട്ടും വെട്ടണ്ട, ജസ്റ്റ് ട്രിം ചെയ്താൽ മതി, ഫ്രണ്ട് കുറച്ച് വെട്ടിക്കോ. അവൻ്റെ മൂക്ക് വരെ മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ മുടി വെട്ടാണ്. എനിക്ക് വിഷമം, എനിക്ക് മുടി വളർത്തുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ ഈ ചൂടിലൊക്കെ നമുക്ക് ഒട്ടും എനിക്ക് തന്നെ ചില സമയത്ത് വെട്ടിക്കളയാൻ തോന്നും. അപ്പോൾ പിന്നെ കണ്ടില്ലേ, മുടി കുറേ കിടക്കുന്നുണ്ടായിരുന്നു, അവൻ്റെ കട്ടിക്കുള്ള മുടി. അപ്പോൾ തുമ്പ് അങ്ങനെ ഇതായാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വെട്ടണത്. ഇതിപ്പോൾ വേഗം വലുതാവും അവൻ്റെ മുടി. അപ്പോൾ അതെ ആൾക്ക് ആ തുമ്പ് വെട്ടുമ്പോഴൊക്കെ ആ പൊടി പോലത്തെ മുടികൾ വരുമ്പോൾ ആൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അതിൻ്റെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയൊക്കെ അടുത്ത സാധനം കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനെങ്ങനെ ഓരോരോ പോസൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, എങ്ങനെയാണ് വരിക, ഇത് എന്താണ് സംഭവം. ഓൾറെഡി ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്, കാരണം ഇത്തിരി നാൾ മുന്നാണല്ലോ നമ്മൾ വെട്ടിയത്. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്യാണ്. പിന്നെ ഇവന് ഫ്രണ്ടിലൊരു ചുഴിയുണ്ട്, അപ്പോൾ എങ്ങനെ വെട്ടിയാലും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവാറില്ല കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. എനിക്ക് മറ്റേ നമ്മളുടെ പഴയ മാമാട്ടിക്കുട്ടി സ്റ്റൈലിൽ വെട്ടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഇവൻ്റെ മുടി എന്താ പറയുക, ചുള്ളമുടി ആയ കാരണം അത് വൃത്തി ഉണ്ടായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് വെട്ടാത്തത്. കാരണം കണ്ട നല്ല കട്ടിക്ക് മുടി ഉണ്ടായിരുന്നു. ഇനി ബാക്ക് എന്ത് ചെയ്യണം എന്നിങ്ങനെ ചോദിച്ച് ആ പയ്യനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാക്ക് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്താൽ മതി എന്ന്. ബാക്ക് നമുക്ക് ടെയിൽ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഇവൻ്റെ മുടി കാണുമ്പോൾ ഒരുവിധം കുറച്ച് ആൾക്കാരൊക്കെ പറയും കേട്ടോ, വെട്ടണ്ട എന്ന് പറയും. പക്ഷേ ഇച്ചിരി നമ്മുടെ ഏജറായിട്ടുള്ള ആൾക്കാർ പറയും ഇത് കൊച്ചിൻ്റെ മുടി അത് വന്നാൽ അസുഖം വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതിൽ വലിയ ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും തോന്നാറില്ല. കാരണം പെൺകുട്ടികളാണെങ്കിൽ മുടി വളർത്തില്ലേ, അപ്പോൾ അവർക്ക് എന്നും ജലദോഷം. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അവരോട് വാദിക്കാൻ പോയില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്, മുടി അങ്ങനെ വെള്ളമുകൊണ്ട് കുട്ടിക്ക് അസുഖം വരും, ആ ഒരു മൈൻഡില്ല. പിന്നെ മുടി കുറച്ച് കുറയുമ്പോൾ ചൂടൊക്കെ നമുക്കൊന്ന് ഇതാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ ഹെയർ കട്ടിൻ്റെ എൻഡിലേക്ക് പോവാണ്. ആൾ അത്യാവശ്യം മടുത്തിട്ടുണ്ട് കേട്ടോ. ആ പയ്യൻ അത്രയും കോപ്പറേറ്റീവായിട്ടാണ് ചെയ്യണത്. പിന്നെ ഇതിൽ ഈ പിള്ളേർക്കൊക്കെ മുടി കിട്ടുമ്പോൾ നമ്മൾ അത്ര പെർഫെക്ഷൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ സ്ഥിരം ചെയ്യുന്നൊരു ഡ്യൂട്ടിയാണ്, അവർക്ക് നന്നായിട്ട് ചെയ്യാനും അറിയായിരിക്കും. പിന്നെ പിള്ളേർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അത് അത്ര വലിയ മോശമായിട്ട് തോന്നിയില്ല. എന്നാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വെട്ടി ഇത് കുറച്ചും കൂടി ഒരു ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. അത് പിന്നെ മുടിയുടെ ഓരോ ടെക്സ്ചർ മാറുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു ഫൈനൽ ലുക്ക്. അവൻ്റെ മുടി അവിടെ കിടക്കണുണ്ടാവും സീറ്റിൽ, നന്നായിട്ട് കട്ടിക്ക് മുടി ഉണ്ടായിരുന്നു. എനിക്ക് മുടി ഇങ്ങനെ വെട്ടി നിലത്ത് കിടക്കണം ഭയങ്കര സങ്കടം വരും കേട്ടോ.
കാര്യം വളർന്നു വരുന്നൊരു സാധനമാണ്, അത്രയ്ക്ക് വലിയൊരു ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും എനിക്കത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കണ്ടവർക്കും ആയാലും ഫുള്ള് കണ്ടവർക്കായാലും താങ്ക് യു. എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാം. ഇനി എന്തായാലും നമ്മൾ നാട്ടിലെ വിശേഷങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ ഷെയർ ചെയ്യുക. എനിക്കും നാട്ടിലെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. അവിടെ പ്രത്യേകിച്ചൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി വീഡിയോസ് ഇടും. അപ്പോൾ എല്ലാവരും കാണുക, നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. അത് ഇപ്പോൾ എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനായാലും നിങ്ങളത് പറയുക. എനിക്കുള്ള ആ ഒരു സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എപ്പോഴും വാല്യുബിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ റിയൽ ലൈഫ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇപ്പോൾ എനിക്കായാലും ബെറ്റർ ആവാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ പറയുക, വീഡിയോസ് കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഷാനൂട്ടൻ്റെ ഹെയർ കട്ടായിരുന്നു ഇത് ഫുള്ള്. ഇത് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞത് കാരണം ഇത് എല്ലാവർക്കും അത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു വാല്യുബിൾ മെമ്മറി ആയതുകൊണ്ടാണ് ഞാനിത് ഫുള്ള് ഇട്ടത്. ഞാൻ ഇത് കാണാത്തവരുണ്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടത് കണ്ടോളൂ നിങ്ങൾ. അതാവുമ്പോൾ കുറച്ച് ഷോർട്ടാണ്. കണ്ടില്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ഞാൻ എന്തായാലും ഇത് ഫുൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരും കേട്ടോ.